പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം നമ്മുടെ വിജയികളായിട്ടുള്ള നീറ്റ് എക്സാമിന് ഓൾ ഇന്ത്യ ലെവലിലെ നീറ്റ് എക്സാമിൽ ഹയസ്റ്റ് സ്കോർ വാങ്ങിച്ച സായന്ത് ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ സിയാന, മുഹമ്മദ് അർഷൽ, ഹൃദിക, മുഹമ്മദ് ഫവാസ്, ഫാത്തിമ ഹനാൻ തുടങ്ങിയ കുട്ടികളെല്ലാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഷർഫാൻ ഷഫീർ NITയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഫാത്തിമ സ്വാലിഹ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദേവനന്ദ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അമീന അഗ്രികൾച്ചറൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജുമാന തുടങ്ങിയ കുട്ടികൾ യുമാന MBBS PK ദാസ് മെഡിക്കൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കളുമുള്ള ഒരു അനുമോദന ചടങ്ങാണ്. നമ്മുടെ ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ ഒരു സെഷൻ കൂടെ കഴിഞ്ഞാൽ ഈ നമ്മുടെ NTS എക്സാമിൻ്റെ ഫസ്റ്റ് സെഷൻ ഇവിടെ അവസാനിക്കുന്നതാണ്. സോ പ്രോഗ്രാമിലേക്ക് കിടക്കാം. ആദ്യമായി ലോറൽ മെർക്കുറിയിൽ ഏറ്റവും അധികം സ്കോർ നേടിയ സായന്തിനെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. സായന്തിൻ്റെ സ്കോർ 720-ൽ 671 മാർക്കായിരുന്നു. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കും. താങ്ക് യു. സായന്തിനെയും സായന്തിൻ്റെ പേരൻസിനെയും നമ്മൾ അഭിമാനപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സായന്തിന് സമ്മാനം നൽകുന്നത് ഡോക്ടർ സുരേഷ് കുമാർ സാർ. മെർക്കുറിയുടെ ചരിത്രത്തിലെ ബിഗ് സ്കോറാണ് സായന്ത് വാങ്ങിച്ചത്. 6 വർഷത്തിൽ 7ാം വർഷത്തിലേക്ക് കിടക്കുന്ന മെർക്കുറിയിൽ ഇതുവരെ വന്നതിൽ നീറ്റിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ വാങ്ങിച്ച് എയിംസിൽ അഡ്മിഷൻ കിട്ടിയെങ്കിലും നമ്മുടെ നാട്ടിലെ പ്രശസ്തമായ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ആഗ്രഹിച്ച് അവിടെ ഫസ്റ്റ് ഇയർ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് സായന്ത്. നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഈ വർഷം സായന്തിൻ്റെ സിസ്റ്റർ നമ്മുടെ മെർക്കുറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത വർഷം അവൾക്ക് ഇതേപോലെ വന്ന് അവാർഡ് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു സിയാന. സിയാന കരസ്ഥമാക്കിയ സ്കോർ 720-ൽ 650 ആണ്. സിയാനയെയും സിയാനയുടെ പാരൻസിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിയാന ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അടുത്തതായി മുഹമ്മദ് അർഷൽ. മുഹമ്മദ് അർഷലും 720-ൽ 647 സ്കോർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഹൃദിക 720-ൽ 636 മാർക്കാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഹൃദിക +1 +2 നമ്മുടെ കൂടെ പഠിച്ചു. ഹൃദികയും ഹൃദികയുടെ ഫാമിലിനെയും പാരൻസിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൃദികയ്ക്ക് സമ്മാനം നൽകുന്നത് മാനേജിംഗ് ഡയറക്ടർ ലോറൽ അക്കാദമി നൂറുദ്ദീൻ സർ. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു മുഹമ്മദ് ഫവാസ്. ഫവാസ് കരസ്ഥമാക്കിയത് 628 സ്കോറാണ്. ഫവാസിനെയും പാരൻസിനെയും വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. ഫവാസിന് സമ്മാനം നൽകുന്നത് മിസ്റ്റർ നൂറുദ്ദീൻ, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് അക്കാദമി ഹെഡ് ഓഫ് ലോറൽ മെർക്കുറി. ഫവാസ് നമ്മുടെ +2 വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് 1200-ൽ 1200 മാർക്ക് വാങ്ങിച്ച് ഫുൾ മാർക്ക് ഹയർ സെക്കൻഡറി വാങ്ങിച്ച വിദ്യാർത്ഥിയായിരുന്നു. വളരെ അഭിമാനത്തോടെ അവരെ പാരൻസിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഫാത്തിമ ഹനാൻ. ഹനാൻ സ്കോർ നേടിയത് 615 ആണ്. ഹനാനെയും ഫാമിലിയെയും വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. ഹനാന് സമ്മാനം നൽകുന്നത് മിസ്റ്റർ മനോജ്. തിളക്കമാർന്ന വിജയത്തോടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ
MBBS അഡ്മിഷൻ നേടാൻ സാധിച്ചു. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു സർഫാൻ സഫീർ. സർഫാൻ സഫീറിനെയും പാരൻസിനെയും വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സർഫാൻ സഫീറിന് സമ്മാനം നൽകുന്നത് നസാർ സാറാണ്. നസാർ സാറിനെ സമ്മാനം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സർഫാൻ സഫീർ നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയ വിദ്യാർത്ഥി, ഈ വർഷത്തെ മർക്കുറിയുടെ NIT-യിലെ പ്രതിനിധി. ക്ലാപ്പ് ശബ്ദം പോരാത്ത പോലെ. അടുത്തതായി ഫാത്തിമ സ്വാലിഹ. ഫാത്തിമ സ്വാലിഹയും പാരൻസിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഫാത്തിമ സ്വാലിഹ നമ്മുടെ ലക്ഷദ്വീപിലെ കുട്ടിയാണ്. അവർ പാരൻസ് എത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അടുത്തതായി ദേവനന്ദ. ദേവനന്ദയ്ക്ക് സമ്മാനം നൽകുന്നത് ഷിബിലി റഹ്മാൻ. ദേവനന്ദ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിരിക്കുന്നു. വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള കുട്ടിയാണ്. സന്തോഷം. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജുമാന സൽമ. ജുമാന സൽമയെയും ഫാമിലിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമ്മാനം നൽകുന്നത് ജാഫർ സാർ. അടുത്തതായി നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നീറ്റിലെ നല്ലൊരു സ്കോർ വാങ്ങിച്ചിരുന്ന നമ്മുടെ കുട്ടി നന്ദന കൃഷ്ണ. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 600 മുകളിൽ ബിഗ് സ്കോർ വാങ്ങിച്ച നന്ദന കൃഷ്ണയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിൻ്റെ അവാർഡ് കൊടുക്കാൻ നമ്മുടെ ഫിസിക്സ് പ്രിയങ്കരനായ ഫിസിക്സ് അധ്യാപകൻ NSR സാറിനെ ക്ഷണിക്കുന്നു. നന്ദനയ്ക്ക് ട്രോഫി കൈമാറുന്നു നസാർ സാർ. ഏതാനും കുറച്ച് ട്രോഫികൾ കൂടെ കൊടുക്കാനുണ്ട്. മുഹമ്മദ് അഫ്നാനുള്ള ട്രോഫി വിതരണം ചെയ്യാൻ മനോജ് സാറിനെ ക്ഷണിക്കുന്നു. സയന നമ്മുടെ ടോപ്പ് സ്കോറർ സായന്തിൻ്റെ അനിയത്തിയാണ് സയന. ഈ വർഷത്തെ റിപ്പീറ്റേഴ്സിൽ മികച്ച പെർഫോമൻസ് കാണിക്കുന്ന സയനക്ക് മെമൻറ്റോ വിതരണം ചെയ്യുന്നത് മനോജ് സാർ. ഈ വർഷത്തെ ടോട്ടൽ പെർഫോമൻസിൽ 2ാം പൊസിഷൻ നിൽക്കുന്നത് സബ്ന ഷെറിൻ. ഓൾസോ അഭിന കൃഷ്ണ. സബ്ന ഷെറിനുള്ള ട്രോഫി ജാഫർ സാർ, നമ്മുടെ ഡയറക്ടറും അക്കൗണ്ടന്റുമായിട്ടുള്ള ജാഫർ CMA വിതരണം ചെയ്തു. അടുത്തത് ഷിബിലി റഹ്മാൻ. നമ്മുടെ യങ് റോൾ മോഡൽ. 3rd പൊസിഷനിൽ ഇസ്വാന ആദില ജബ്ന. നമ്മുടെ ടോപ്പ് സ്കോർ ഇസ്വാന. അടുത്തത് ആദില ജബ്ന. സക്കീർ സാർ ആദില. ജെയിലെ ബെസ്റ്റ് പെർഫോമൻസ് നൃത്യ. അമീന നമ്മൾ നേരത്തെ സെഷനിൽ വിളിച്ചതായിരുന്നു. അമീന MV, കോളേജ് ഓഫ് അഗ്രികൾച്ചർ, വെള്ളിയാനി, തിരുവനന്തപുരത്ത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അമീനയുടെ പാരന്റ് എത്തിയിട്ടുണ്ട്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മെമൻറ്റോ നൽകുന്നതിന് വേണ്ടി നാസർ സാറിനെ ക്ഷണിക്കുന്നു. ശബ്ദം പോരല്ലോ, നല്ലൊരു അച്ചീവ്മെന്റ് നേടിയിട്ട്. അടിപൊളി.
നമ്മുടെ ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിക്കുന്ന ഷാമിൽ 520-ൽ 502 മാർക്ക് വാങ്ങിച്ച് നമ്മുടെ അഭിമാനം ഡോക്ടർ സമദ് സാർ അവർക്കുള്ള ഉപഹാരം നൽകുന്നു. വേറെ അടുത്ത ആള് ഹനാ നാസർ. ഡോക്ടർ സമദ് സാർ കൊടുക്കുന്നു. വേദിയിലുള്ള നാസർ മാഷിന്റെ മകളാണ് ഹന. 520-ൽ 519 മാർക്ക്. ജസ്റ്റ് ഒരു മാർക്കേ മിസ്സായുള്ളൂ. ബാക്കി എല്ലാ ഫുൾ മാർക്കും വാങ്ങിച്ച കുട്ടിയാണ്. സെക്കൻഡ് ഇയറിൽ നല്ല പ്രതീക്ഷയുള്ള കുട്ടിയാണ്. താങ്ക് യു. ഇന്റഗ്രേറ്റഡ് ബാച്ചിലെ മറ്റൊരു കുട്ടി 520-ൽ 514 മാർക്ക് വാങ്ങിച്ച നമ്മുടെ ഇന്റഗ്രേറ്റഡ് ബാച്ചിലെ ഷഹല. മെമന്റോ നൽകാൻ നാസർ സാറിനെ ക്ഷണിക്കുന്നു. NTS എക്സാം ആൻഡ് എലഗൻസ 2K24 വോട്ട് ഓഫ് താങ്ക്സ് നൽകുന്നതിന് വേണ്ടി സുഫൈൽ PA വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഫൈൽ BDM ആണ് ലോറൽ മെർക്കുറിയുടെ. അതുപോലെ തന്നെ CEO ആഷ് കോർപ്പ്. ബഹുമാനപ്പെട്ട ലോറൽ മെർക്കുറി MD നൂറുദ്ദീൻ സർ, മറ്റു ആശംസ അർപ്പിച്ച മജീദ് ക, അതുപോലെ തന്നെ നമ്മൾ ഇനാഗ്രേഷൻ ചെയ്ത മണമൽ ജലീൽ സർ, അതുപോലെ തന്നെ എൻ്റെ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ സുഹൃത്ത് വിദ്യാർത്ഥികളെ, നമസ്കാരം. ആദ്യം തന്നെ എന്താന്ന് പറയുക, ഒരു വലിയൊരു സന്തോഷമാണ്. പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് ഇന്ന് ലോറൽ മെർക്കുറിൻ്റെ BDM ആവാൻ കഴിയുന്നത് വളരെയധികം ഒരു സന്തോഷമുണ്ട്. ഒരു പഠിച്ച കോളേജിൽ തന്നെ, പഠിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരു എംപ്ലോയി ആവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഇന്നിവിടെ എക്സാം എഴുതാൻ വന്ന NTS എക്സാം എഴുതാൻ വന്ന എല്ലാവർക്കും എൻ്റെ ആശംസ നേർന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, എന്താണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്നുള്ളത്. ഇവിടെ കുറേ പാരൻസ് എന്നോട് ചോദിച്ചു എന്താണ് ഇൻ്റഗ്രേറ്റഡ് ബാച്ച് എന്നുള്ളത്. ഈ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിലോട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നതിന് ഒരു രീതിയാണ് ഒരു ഇൻ്റഗ്രേറ്റഡ് ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പാരമ്പര്യ 7 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ്, അതായത് അക്കാഡമി, 7 കൊല്ലത്തെ പാരമ്പര്യമുള്ള അക്കാഡമി ആ ഒരു ഫീൽഡിൽ ഏറ്റവും നല്ല വിജയത്തോടെ കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ തന്നെ പറയാനുള്ളതാണ്, എൻ്റെ പ്രിയ സുഹൃത്ത് SR എൻ്റെ എളിയ സ്ഥാനം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെർക്കുറിയുടെ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്ത അമൽ സർ, ജീലാനി സർ, അതേപോലെ തന്നെ സക്കീർ സർ, എല്ലാവർക്കും ഒരു ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് നസാർ സർ, മുനീർ സർ, എല്ലാവർക്കും ഒരൊറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മെർക്കുറിയുടെ കുറച്ച് കോഴ്സുകളെ പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് പോകാം. 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇനി ആശങ്കകളായിരിക്കും. എന്താണ്, ഏത് കോഴ്സിലേക്ക് പോകും, കൊമേഴ്സ് എടുക്കണോ, സയൻസ് എടുക്കണോ, അതോ ഇനി ഡിപ്ലോമ ലെവലിലേക്ക് നീങ്ങണോ എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാരെ കണ്ട്, ഇപ്പോൾ നേരത്തെ സംസാരിച്ച സാറിനെ പോലത്തെ ആൾക്കാരെ ഉപയോഗപ്പെടുത്തി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ട് നമ്മുടെ കുട്ടികളുടെ സ്കില്ല് മനസ്സിലാക്കി ആ മേഖലയിലേക്ക് പോവുക. ഇനി അങ്ങനെ ഒരു സെലക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ട സബ്ജക്റ്റ് സയൻസ് തന്നെയാണ്. കാരണം സയൻസ് പഠിച്ച ശേഷം ഏത് മേഖലയിലേക്കും തിരിഞ്ഞു പോകാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അതേ സ്ഥാനത്ത് കൊമേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസിന്റെ ബാക്കി പഠിക്കാൻ അത്ര എളുപ്പമല്ല. കൊമേഴ്സ് കഴിഞ്ഞാൽ സയൻസിന്റെ ബാക്കി പഠിക്കൽ എളുപ്പമല്ല. അതേ സ്ഥാനത്ത് സയൻസ് +2 കഴിഞ്ഞാൽ കൊമേഴ്സിന്റെ ബാക്കി എടുത്ത് പഠിക്കാനും പറ്റും. ഇപ്പൊ നിങ്ങൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞിട്ട് തോന്നുകയാണ് എനിക്ക് BCom പഠിക്കാം അല്ലെങ്കിൽ BBA പഠിക്കണം എന്നാണെങ്കിൽ സയൻസ് പഠിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്. അതേ സ്ഥാനത്ത് +2 കൊമേഴ്സ് കഴിഞ്ഞ ശേഷം എനിക്ക് ഇനി BSc ഫിസിക്സ് ആണ് പഠിക്കേണ്ടത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നടക്കില്ല. പിന്നെ വീണ്ടും +1 സയൻസ് എടുത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ വ്യക്തമായൊരു തീരുമാനം എത്താത്ത കുട്ടികളുണ്ടെങ്കിൽ, കഴിവുള്ള കുട്ടികളാണെങ്കിൽ അവർ സയൻസ് എടുത്ത് പഠിച്ചിട്ട് +2 കഴിയുമ്പോഴത്തേക്ക് ഒരു തീരുമാനത്തിൽ എത്തുക. അതല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ തന്നെ ഇത്തരം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നടത്തി നിങ്ങളുടെ ഗോൾ ഏത് ലെവലിൽ പോയാലാണ് ബെസ്റ്റ് പെർഫോമർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. ഈ ഒരു അവസരത്തിൽ മെർക്കുറിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് മെർക്കുറിയുടെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ പ്രോഗ്രാം എന്ന സ്പെഷ്യൽ സ്കൂളിംഗ് പ്രോഗ്രാമാണ്. എന്താണ് ഈ സ്കൂൾ പ്രോഗ്രാമിന്റെ പ്രത്യേകത? +1 +2 ബോർഡ് എക്സാമിനൊപ്പം എൻട്രൻസിനും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലേക്ക് കുട്ടികളെ തയ്യാറാക്കുന്നു. നമുക്കറിയാലോ, +2 കഴിഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള എൻട്രൻസ് പരീക്ഷകളുണ്ട്. മെഡിക്കൽ എൻട്രൻസുകളും എഞ്ചിനീയറിംഗ് എൻട്രൻസുകളും, അതേപോലെ കോമൺ ടെസ്റ്റുകളായിട്ടുള്ള CVT, ക്യുസാറ്റ് പോലത്തെ ഇന്ത്യയിലെ ഏത് പ്രഗത്ഭ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലും എൻട്രൻസ് പരീക്ഷ പാസ്സാകണം, അല്ലേ? ഈ എൻട്രൻസ് പരീക്ഷയുടെ എല്ലാം ബേസ്
സയൻസ് ബേസ് ചെയ്ത് വരുന്ന എൻട്രൻസ് പരീക്ഷയുടെ എല്ലാം സിലബസ് എന്ന് പറയുന്നത് +1 +2 നമ്മൾ പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ തന്നെയാണ്. +1 +2 പഠനകാലത്ത് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ +2 കഴിഞ്ഞ ശേഷം നമ്മൾ എഴുതാൻ പോകുന്ന എൻട്രൻസിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ +1 +2വിന്റെ കൂടെ എൻട്രൻസും വളരെ പ്ലാൻഡ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മെർക്കുറി മുന്നോട്ട് വെക്കുന്ന മെർക്കുറി ഇന്റഗ്രേറ്റഡ് സ്കൂൾ പ്രോഗ്രാം. 2 വർഷക്കാലം മെർക്കുറിയുടെ ക്യാമ്പസിൽ മെർക്കുറിയുടെ പ്രഗത്ഭരായ അധ്യാപകരുടെ കീഴിൽ ഈ കോഴ്സ് നിങ്ങൾ നേടുന്നതോടൊപ്പം നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് നല്ല മാർക്ക് ഉണ്ടാവുകയും എൻട്രൻസിന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയർ കുട്ടി, ഇപ്പോഴത്തെ സെക്കൻഡ് ഇയർ കുട്ടികൾ അവരുടെ ഫസ്റ്റ് ഇയർ മാർക്ക് വന്നപ്പോൾ 520, 519, 518 തുടങ്ങി 500 മേലെ ഒരുപാട് സ്കോർ വന്നിട്ടുണ്ട്. ഇനി അവർ അടുത്ത വർഷം +2 എക്സാം എഴുതുമ്പോൾ ഫുൾ മാർക്ക് വാങ്ങുമെന്ന് എനിക്ക് വിശ്വാസമുള്ള മക്കൾ ഒരുപാടുണ്ട്. അതോടൊപ്പം എൻട്രൻസ് എക്സാമിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിവുള്ള വിദ്യാർത്ഥികളും അതിലുണ്ട്. അവരെല്ലാം മെമൻറ്റോ ഇതിലുണ്ട്. ഇത്രയും നമുക്ക് കുറഞ്ഞ സമയത്ത് ഇതെല്ലാം കൊടുത്തു വിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് അതിവിടെ ബാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം 10ാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഒരു അവസരം മെർക്കുറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. ഇനി ഇത്തരം ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം താല്പര്യമില്ല, +2 കഴിഞ്ഞിട്ട് ഒരു വർഷം നഷ്ടപ്പെടുത്തിയിട്ട് ചെയ്യുന്നതാവും നല്ലത്, +2 കാലഘട്ടം റിലാക്സ് ചെയ്ത് പഠിച്ചോട്ടെ എന്നാണെങ്കിൽ +2വിന്റെ കൂടെ നമ്മുടെ ട്യൂഷൻ പ്രോഗ്രാം ഉണ്ട്, എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ പ്രോഗ്രാം ഉണ്ട്. +2 പഠിക്കുന്നതോടൊപ്പം +1 +2 നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്നതോടൊപ്പം ഹോളിഡേ സമയത്തും ഈവനിങ് സമയത്തൊക്കെ ആയിട്ട് മെർക്കുറി ടീച്ചേഴ്സിന്റെ എക്സ്പീരിയൻസ് എൻട്രൻസ് ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന പ്രോഗ്രാമാണ് +1 +2 ട്യൂഷൻ പ്രോഗ്രാം. ഈ ട്യൂഷൻ പ്രോഗ്രാമിൽ നമ്മുടെ റിപ്പീറ്റേഴ്സിന് ക്ലാസ് എടുക്കുന്ന അധ്യാപകർ തന്നെയാണ് ക്ലാസ് എടുക്കുക. അതിന്റെ ഒരു ഗുണം എന്തെന്നാൽ കുട്ടിക്ക് എൻട്രൻസിനോടൊരു ബന്ധം വരുത്താൻ ഈ കോഴ്സുകൾ ഉപകാരപ്പെടും. അതിന് പുറമെ നമ്മളെ മറ്റു കോഴ്സുകൾ +2 കഴിയുന്ന കുട്ടികൾക്ക് നീറ്റ്, JEE തുടങ്ങിയ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമാണ്. ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും എഴുതേണ്ട എക്സാമാണ് നീറ്റ് എക്സാം, നിങ്ങൾക്കറിയാം. ഈ നീറ്റ് എക്സാമിൽ നല്ല പെർഫോമൻസ് കിട്ടിയാലേ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ മെമൻറ്റോ എല്ലാം വാങ്ങിച്ച കുട്ടികളൊക്കെ 670, 660 ഒക്കെ മാർക്ക് വാങ്ങിച്ച് ഇന്ത്യയിൽ വിവിധ ഭാഗത്തുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടിയവരാണ്. അപ്പൊ അതേപോലെ ആവണമെങ്കിൽ ഈ പറയപ്പെട്ട നീറ്റ് എക്സാം പാസ്സാവണം. അതിന് തീവ്രമായി പഠിച്ച് തീവ്രമായി ട്രെയിനിങ് കിട്ടിയിട്ട് വേണം പോകാൻ. അത്തരം ട്രെയിനിങ്ങുള്ള ആ ട്രെയിനിങ് ആണ് നമ്മുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ പോർഷൻസ് എല്ലാം തീർത്ത് സീരീസ് എക്സാം എന്ന സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ 60-70 സ്ട്രെങ്ത് കുട്ടികളിൽ നിന്നും 7 പേർക്കാണ് MBBS അഡ്മിഷൻ കിട്ടിയത്. എന്നാൽ ഈ വർഷം അതിനേക്കാൾ കുട്ടികൾ അത്തരം പെർഫോമൻസിൽ നിലനിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അടുത്ത വർഷം നമുക്ക് കൂടുതൽ കുട്ടികൾ കിട്ടട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉന്നത അവസ്ഥയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ JEE റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം, JEE റിപ്പീറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ വർഷം സ്പെഷ്യൽ ബാച്ചുകളായിട്ട് ഇല്ലാതിരുന്നിട്ട് പോലും ജില്ലയിലെ ടോപ്പ് സ്കോറർ നമ്മുടെ കുട്ടിയായിരുന്നു എന്നുള്ളത് വലിയ അഭിമാനമുള്ള കാര്യമാണ്. JEE IIT ബാച്ചും JEE ബാച്ച് ഒക്കെ ഉള്ള നമ്മുടെ സറൗണ്ടിങ് സ്ഥാപനങ്ങളിൽ പോലും വരാത്ത മാർക്ക് നീറ്റ് പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കുട്ടി വാങ്ങി എന്നുള്ളത് വലിയ അത്ഭുതകരമായ സംഭവം തന്നെയാണ്. അപ്പോൾ നീറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷനിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും കുട്ടികൾക്ക് കിട്ടിയ കോൺഫിഡൻസ് ആണ് JEE എക്സാമിൽ 99.2% എന്ന വലിയ സ്കോറിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഈ വർഷം നമുക്ക് അതേപോലെ തന്നെ മക്കളുണ്ട്. ഈ വരുന്ന 27, 28 JEE എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഇന്റഗ്രേറ്റഡ് ബാച്ചിലെ കുട്ടികളും റിപ്പീറ്റേഴ്സിലെ കുട്ടികളൊക്കെ ആ എക്സാം എഴുതുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ കൂടുതലൊന്നും പറയാനില്ല. ഇനിയും ഇങ്ങനെ ഇരുത്തുന്നത് ശരിയല്ലല്ലോ. അപ്പൊ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തതിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്.